ഞാൻ സ്വാതി. ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. എനിക്ക് പറയണം തോന്നി. ഇറ്റ്സ് ഫീൽ ലൈക്ക് എന്ന് വെച്ചാൽ ഈ എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ടോപ്പിക്ക് പറയട്ടെ. വാട്ട് ഈസ് ഗോസിപ്പിംഗ്? എന്താണ് ഗോസിപ്പിംഗ്? പിന്നെ വാട്ട് ഈസ് എന്താ ഞാനിപ്പോൾ ഒരാളോട് ചെന്നിട്ട് എൻ്റെ ഒരു വിഷമം പറയുന്നു. അതിൽ ചിലപ്പം 1-2 പാർട്ടീസൊക്കെ ഇൻവോൾവ് ആയെന്ന് വരും. ചിലപ്പം എനിക്ക് പ്രിയപ്പെട്ടവരായിരിക്കും, എൻ്റെ കൂട്ടുകാരായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പേരൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ചായിരിക്കും. ഞാൻ പറയുന്നു ഒരാളുടെ അടുത്ത് എനിക്ക് ഫേവററ്റ് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് തോന്നുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ എൻ്റെ ഒരു വിഷമം പറയുന്നു. എനിക്ക് അവരങ്ങനെ ചെയ്തതിൽ വിഷമം തോന്നി. ഐ എം റിയലി സാഡ് അബൌട്ട് ദാറ്റ്. ഞാൻ അവരെക്കുറിച്ച് അങ്ങനെയല്ല വിചാരിച്ചത്. അവരെന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് ഞാൻ ഒരാളുടെ അടുത്ത് ചെന്ന് വിഷമം പറയുന്നു. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ കേട്ടിരിക്കുന്ന ആൾ പറയാണ്, ഓ നീ അങ്ങനത്തെവളല്ലേ, നീ നിൻ്റെ അവരെ കുറ്റം പറഞ്ഞതല്ലേ, നീ നിൻ്റെ ഇവരെ കുറ്റം പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ശരിക്കും നമുക്ക് തെറ്റിപ്പോയി. ഈ പറഞ്ഞവരെക്കുറിച്ച് നമുക്ക് തെറ്റിപ്പോയി അല്ലേ? നമ്മൾ വിശ്വസിച്ച് പറഞ്ഞൊരു കാര്യം, വിഷമിച്ച് പറഞ്ഞൊരു കാര്യം, അതൊരിക്കലും നമ്മൾ ഒരാളെ ഇപ്പം നിങ്ങളോട് ഒരാളൊരു വിഷമം പറയുവാണെങ്കിൽ ഒരിക്കലും വിചാരിക്കരുത് ഇവൾ അവരെ പറ്റി പറഞ്ഞു, അങ്ങനെയല്ല എടുക്കേണ്ടത്. നമ്മളോട് ഒരാളുടെ സങ്കടം പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ എത്ര വിശ്വസിച്ചിട്ടാണ് അവർ പറയുന്നത്, നമ്മളവരെ ജഡ്ജ് ചെയ്യാതെ കേൾക്കുക. അങ്ങനെ കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഇത്രയും കൗൺസിലേഴ്സ് നമ്മുടെ നാട്ടിൽ കൂടില്ല. ഇപ്പം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഡിപ്രഷൻ. എന്തുകൊണ്ടാണ്? നമ്മളെ കേട്ടിരിക്കുക, നമ്മളെ ജഡ്ജ് ചെയ്യാതെ കേട്ടിരിക്കാൻ നമുക്കൊരാളില്ല. നമ്മൾ ഒരാളെ പറ്റി അല്ലെ ഒരാൾ കാരണം നമുക്കുണ്ടായ ഒരു വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേറെ രീതിയാക്കി പറഞ്ഞവരെ മോശക്കാരാക്കി പോട്ടെ. നിങ്ങൾ മറ്റൊരാളെ കുറിച്ചായിരിക്കും കേട്ടോ, അവരെയും നിങ്ങൾ മോശക്കാരായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർ ചിലപ്പോൾ ദുഷ്ടന്മാരോ അല്ലെങ്കിൽ കൊള്ളരുതാത്തവരോ ഒന്നും ആയിട്ടായിരിക്കത്തില്ല ഈ ഒരാൾക്ക് വിഷമം വന്നത്. അയാളുടെ കാഴ്ചപ്പാടാണ്. അയാളുടെ അടുത്ത് ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അയാൾക്കതിൽ വിഷമം ഉണ്ടാകുന്നുണ്ട്, അയാൾ അത് നെഗറ്റീവ്ലി എടുത്തു, അല്ലെങ്കിൽ അയാൾക്ക് മറ്റേ പേഴ്സണെ കുറിച്ച് എക്സ്പെക്റ്റേഷൻസ് കൂടുതലായിരുന്നായിരിക്കും. അത് കിട്ടാതെ വരുമ്പോൾ അവർ അതിനെ പറ്റിയായിരിക്കും പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മോശമാവുന്നില്ല, ഇവരവരെ പറ്റി മോശം പറയുന്നില്ല. ഇനി വാട്ട് ഈസ് ഗോസിപ്പിംഗ്? എന്താണ് ഗോസിപ്പിംഗ്? ഒരാളെ പറ്റി ഇല്ലാത്ത പറയാം. ഒരാൾ ഇപ്പം നമ്മുടെ ലൈഫിൽ നിന്ന് മാറി വേറൊരു സാഹചര്യത്തിലോട്ട് പോയി, അവർ രക്ഷപ്പെട്ടു, അവർ നന്നായി ജീവിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ത്രീ സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ അവർ തനിയെ തരണം ചെയ്യുന്നു, മുന്നോട്ട് ജീവിക്കുന്നു, സക്സസ് ഉണ്ടാവുന്നു, അവർ ഫേമസ് ആവുന്നു എന്നൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ആരെ വിട്ടിട്ടാണോ പോയത് അവർ നടന്നിട്ട് പറയാം അവൾ മറ്റവളാണ്, അവൾ മറിച്ചവളാണ്, അല്ലെങ്കിൽ അവൾക്ക് 10 അവിഹിതമുണ്ട്, ഏതൊക്കെ അവന്മാർ സഹായിച്ചിട്ടാണ് അവൾ ജീവിക്കുന്നത്, അല്ലാതെ അവൾ നേരെ ചൊവ്വൊന്നും ആയിരിക്കത്തില്ല കാശുണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഗോസിപ്പിംഗ്. അല്ലാതെ ഈ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും മനസ്സിലാക്കണം. അല്ലാതെ ഒരാളുടെ സങ്കടം വന്നിരുന്നിട്ട് അയ്യോ അവരെന്നോട് അങ്ങനെ ചെയ്തു, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നവരല്ല ഗോസിപ്പേഴ്സ്. ഓക്കെ? ഈ കേട്ടിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ, ഈ വിഷമം കേട്ടിട്ട് അല്ലെങ്കിൽ ഒരാൾ നന്നാവുന്ന കണ്ടിട്ട് ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കുന്ന കുറേ മാന്യന്മാരും നല്ല 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 സമൂഹത്തിലെ സ്ത്രീകളെ തന്നെ സപ്പോർട്ട് ചെയ്യണം, വളരണമെന്നൊക്കെ ആഗ്രഹിച്ച് പ്രസംഗിക്കുന്ന കുറേ അമ്മച്ചിമാരുണ്ട്. അവരാണ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്, മനസ്സിലായോ? അല്ലെങ്കിൽ ഒരാളൊരു വഴിയെ പോയി, ഒരാളെ റിജക്റ്റ് ചെയ്തിട്ട് ഒരാൾ പോയി, ഒരിക്കലും അവർക്ക് വേറൊരു ബന്ധമോ അല്ല, അവർ മോശക്കാരികളായിട്ടായിരിക്കത്തില്ല പോകുന്നത്. അവർക്ക് ആ സിറ്റുവേഷൻ പറ്റുന്നില്ല, അവർക്ക് ആ സാഹചര്യം പറ്റുന്നില്ല. ദേ ഹാവ് ദ കറേജ് ടു ലീവ് ദ എൻറ്റയർ ലൈഫ് വിത്തൗട്ട് ദാറ്റ് പേഴ്സൺ ഉണ്ടായിട്ടായിരിക്കും അവർ പോണത്. അല്ലാതെ അവർ മോശക്കാരികളായതുകൊണ്ടാണോ പോണത്? ഇതുകൊണ്ടാണ് നമ്മുടെ സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ സ്ത്രീകളാണ്. പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പുരുഷന്മാരും. എന്തിനാ ഒരാൾ ഒരു വഴിയെ പോയാൽ അവർ രക്ഷപ്പെടണം എന്നാഗ്രഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ വിടുക. അവിടെയാണ് നമ്മുടെ നന്മ ഇരിക്കുന്നത്, മനസ്സിലായോ? അല്ലാതെ സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങളോ സ്വന്തം കുടുംബത്തിലെ തെറ്റുകളോ കുറ്റങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെയോ മനസ്സിലാക്കാതെയോ ജീവിച്ചിട്ട് വഴിയെ പോകുന്നവരെല്ലാം ഇങ്ങനെ വീട്ടിലിരുന്ന് കുറ്റം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സന്തോഷിച്ചാൽ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് ഇമ്പ്രൂവ്. നമ്മൾ ഒരാളുടെ നേരെ ഇങ്ങനെ കൈ ചൂണ്ടുമ്പോൾ നമ്മുടെ നേരെ ബാക്കി 3 അല്ലെ 4 വിരൽ നമ്മുടെ നേരെയാണെന്ന് ഓർമ്മ വേണം എപ്പോഴും, എന്നും. അല്ലാതെ ഒരാളും ഒരിടത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു നോക്കിയിരുന്നാൽ സ്വന്തം ജീവിതം നന്നാവില്ല. അവൻ എന്ത് ചെയ്യുന്നു, അവൻ എന്ത് പറയുന്നു, അവൻ എന്ത് ചെയ്യുന്നു നോക്കി തന്നെ ജീവിക്കണം. അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും തെറ്റുണ്ടോ കുറ്റമുണ്ടോ പറഞ്ഞു കൊടുക്കുക, ഇമ്പ്രൂവ് ചെയ്യാൻ അവരെ സഹായിക്കുക. അല്ലാതെ വഴിയെ പോയതിനെയൊക്കെ വേറൊരുത്തൻ്റെ അടുത്ത് ചെന്നിട്ട് ഗോസിപ്പ് അടിക്കുന്നതല്ല നല്ല ഒരു ആറ്റിറ്റ്യൂഡ്.
ഓക്കെ, അവനവനെ ഇമ്പ്രൂവ് ചെയ്യുക. ഈ 2026 ഇങ്ങനെ ഒരാൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ തന്നെ കണ്ണാടിയിൽ നോക്കുക, നിങ്ങളെ തന്നെ നോക്കുക, നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങൾക്ക് എന്താ കുഴപ്പം, നിങ്ങൾക്ക് ഇന്നത്തേക്കാളും നാളെ എത്ര ബെറ്റർ ആക്കാൻ പറ്റും, ആലോചിക്കുക, ചിന്തിക്കുക, ജീവിക്കുക. വേറെ ഉള്ള കാര്യങ്ങളൊക്കെ വിടുക. ബി പോസിറ്റീവ്, ബി ഗുഡ്, ബി ഹാപ്പി. ഓക്കെ.